കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ സയന്റിഫിക് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 422/2024 എന്നുള്ളതാണ്. 2024 നവംബർ 30 കേരള ഗസറ്റിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷിക്കേണ്ട അവസാന തീയതി 1/1/2025 എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പോസ്റ്റിൻ്റെ പേര് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള ഗവൺമെൻറ് കീഴിലുള്ള. വേക്കൻസികളുടെ എണ്ണം 6 വേക്കൻസികളാണ്. ഇപ്പോൾ നിലവിൽ 6 വേക്കൻസികളാണുള്ളത്. പിന്നീട് അത് വേരി ചെയ്യാൻ കാരണം പിന്നീട് വേക്കൻസി വരുന്നതും കാരണം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുള്ള സമയത്ത് വരുന്ന വേക്കൻസികൾ അതിലേക്ക് കൂട്ടുവന്നതിനാൽ അതിൽ വേരിയേഷൻ വരാം എന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ശമ്പള സ്കെയിൽ 51,400 മുതൽ 1,10,300 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. പ്രായപരിധി പറയുകയാണെങ്കിൽ 18 വയസ്സിനും 38 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ MSc മൈക്രോബയോളജി, MSc ബയോകെമിസ്ട്രി, MSc MLT ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 1/1/2025 വരെ www.kerala.psc.gov.in എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.kerala.psc.gov.in സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അതുപോലെ അഡ്രസ്സ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രൊഫൈല് യൂസർ ID യും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന എത്ര പോസ്റ്റ് വേണമെങ്കിലും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങളുടെ പിന്നീട് വരുന്ന പോസ്റ്റുകളിലേക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട്. അതുപോലെ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിവശത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ മൊബൈൽ പേരും നിങ്ങളുടെ ഫോട്ടോ എടുത്ത തീയതിയും നിർബന്ധമായിട്ടും വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കേരള PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും. അതിനാൽ നിങ്ങൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും OMR ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാൻ റെഡിയാകുന്നൊരു കൺഫർമേഷൻ കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണോ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം ആ സമയത്ത് നിർബന്ധമായും നിങ്ങളത് കൊടുത്തിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ആധാർ കാർഡ് ഉള്ള ആളെങ്കിൽ ആധാറിൻ്റെ ഒരു കോപ്പിയുടെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തോ ഇൻ്റർവ്യൂ വിളിക്കുന്ന സമയത്തോ ഒക്കെ ഒരു ID പ്രൂഫായിട്ട് നിങ്ങൾക്കത് വിനിയോഗിക്കാൻ കഴിയുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 1/1/2025 അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. അപ്പം അവസാന തീയതി 1/1/2025 www.kerala.psc.gov.in എന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഈ സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. താല്പര്യമുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.